Hello friends, it's me Arya here. Welcome back to Steroids. സോ കഴിഞ്ഞ ക്ലാസ്സിൽ ടോട്ടോമറൈസേഷൻ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി എന്താണ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്കമിങ് വീഡിയോസിൽ ഇനിയുള്ള റിയാക്ഷൻസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ എന്ന് നോക്കിയിട്ട് വരാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. So, let's move on to the oxidation of monosaccharides. ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഇവിടെ ഷുഗർ ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഏത് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് യൂസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ടെർമിനൽ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ഓക്സിഡൈസ്ഡ് ആവണോ അതോ ടെർമിനൽ ആൽക്കഹോൾ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യണോ ഓർ ഇത് രണ്ടും അറ്റ് എ ടൈം ഓക്സിഡൈസ്ഡ് ആവണോ എന്ന് തീരുമാനിക്കുന്നത്. ഒരു കേസ് നോക്കുകയാണെങ്കിൽ ആൽഡോഹെക്സോസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് കൺസിഡർ ചെയ്യാം. അതിന്റെ ആൽഡിഹൈഡ് ഫംഗ്ഷൻ ഇസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ് ടു കാർബോക്സിലിക് ആസിഡ്. ആ പ്രൊഡക്റ്റിനെ ആൽഡോണിക് ആസിഡ് എന്ന് വിളിക്കാം. ഈ ഒരു ടൈപ്പ് ഓഫ് ഓക്സിഡേഷൻ മൈൽഡ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ്സ് ലൈക്ക് ഹൈപ്പോബ്രോമൈറ്റിന്റെ പ്രസൻസിലൊക്കെയാണ് നടക്കുന്നത്. അതുപോലെ ഇഫ് ബോത്ത് എൻഡ്സ് ആർ ഓക്സിഡൈസിങ് ടു കാർബോക്സിലിക് ആസിഡ്, പ്രൊഡക്റ്റിനെ ആൽഡാരിക് ആസിഡ് എന്ന് വിളിക്കാം. രണ്ട് എൻഡ്സും സിമിലർ ആവും, ദാറ്റ് ഈസ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് വരും. അതിന് യൂഷ്വലി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ്സ് ആണ് ഉപയോഗിക്കാറ്, ലൈക്ക് ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള HNO3. അതിനൊരു എക്സാമ്പിൾ ആണെങ്കിൽ ഗ്ലൂക്കോസ് തന്നെ കൺസിഡർ ചെയ്യാം. ഗ്ലൂക്കോസ് ഗ്ലൂക്കാരിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. നെക്സ്റ്റ് ടെർമിനൽ ആൽക്കഹോൾ ഗ്രൂപ്പ് ദാറ്റ് ഈസ് CH2OH കൺവേർട്ട് ചെയ്ത് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഗ്ലൂക്കുറോണിക് ആസിഡ് ആണ്. ബിഫോർ ഇറ്റ് അണ്ടർഗോ ഓക്സിഡേഷൻ ഗ്ലൂക്കോസിനെ നമ്മൾ അതിന്റെ ആക്റ്റീവ് ഫോം ആയ UDP ഗ്ലൂക്കോസ് ആയിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് റിസൾട്ട്സ് ഇൻ ഫോർമേഷൻ ഓഫ് ഗ്ലൂക്കുറോണിക് ആസിഡ്. ഇതിൽ ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ടെർമിനൽ ആൽക്കഹോൾ ദാറ്റ് ഈസ് CH2OH is converted to COOH. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ലെറ്റ്സ് സീ വാട്ട് ഇസ് റിഡക്ഷൻ. റിഡക്ഷൻ റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഷുഗർ ആൽക്കഹോൾസ്. സോഡിയം അമാൽഗം പോലെയുള്ള റെഡ്യൂസിങ് ഏജൻസ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പ് അത് റെഡ്യൂസ് ചെയ്ത് അതിന്റെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കഹോൾ ആയിട്ട് മാറും. ആൽഡോസും കീറ്റോസും റിഡക്ഷൻ അണ്ടർഗോ ചെയ്ത് പോളിഹൈഡ്രോക്സി ആൽക്കഹോൾ ആവും. ചില എക്സാമ്പിൾസ് ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഡി ഗ്ലൂക്കോസ് ആണെങ്കിൽ ഡി സോർബിറ്റോൾ ആണ് ഫോം ചെയ്യുന്നത്. ഡി ഗാലക്ടോസ് ആണെങ്കിൽ ഡി ഡൽസിറ്റോൾ ഫോം ചെയ്യുന്നു. ഡി മന്നോസ് ആണെങ്കിൽ ഡി മാനിറ്റോൾ ഫോം ചെയ്യുന്നു, ആൻഡ് സോ ഓൺ. മാനിറ്റോളും സോർബിറ്റോളും നോക്കുകയാണെങ്കിൽ മാനിറ്റോൾ ഇസ് എ ഷുഗർ ആൽക്കഹോൾ വിച്ച് ഇസ് ഡിറൈവ്ഡ് ഫ്രം മന്നോസ്. മെഡിക്കൽ പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഓസ്മോട്ടിക് ഡയൂററ്റിക് ആയിട്ട് യൂസ് ചെയ്യും ടു റെഡ്യൂസ് സെറിബ്രൽ എഡീമ. സോർബിറ്റോൾ ആണെങ്കിൽ ഗ്ലൂക്കോസിൽ നിന്ന് ഡിറൈവ് ചെയ്ത ഷുഗർ ആൽക്കഹോൾ ആണ്. ഡയബറ്റിക് ആയിട്ടുള്ളവരുടെ ലെൻസിൽ ഇത് അക്യുമുലേറ്റ് ചെയ്ത് കാറ്ററാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാറുണ്ട്. ഈ പിക്ചർ നോക്കിയാൽ കാണാം ലെൻസ് ക്ലൗഡി ആവുന്നത്. ഈ സോർബിറ്റോളിന്റെ അക്യുമുലേഷൻ ആണ് ഇതിന് കാരണം. സോ that's all about oxidation and reduction of monosaccharides. Hope it's clear. Stay tuned for our next class. നമ്മളെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. So it's me Arya signing off.